ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നമുക്ക് നന്മയ്ക്കായി മാറ്റിത്തരുന്ന കർത്താവിൻ്റെ കാരുണ്യത്തെ ഏറ്റുപറയാം. നമുക്കൊരുമിച്ച് കുരിശു വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. പതിവിന് വിപരീതമായി ഇന്ന് 5 വാക്യങ്ങളാണ് നമ്മൾ ധ്യാനിക്കുന്നത്. അഗസ്റ്റസ് സീസർ ലോകമാസകലമുള്ള ജനങ്ങളുടെ പേര് എഴുതി ചേർക്കണമെന്ന് കൽപ്പനയിടുന്ന ഭാഗം. അതനുസരിച്ച് പേരെഴുതിക്കാനായി തന്താങ്ങളുടെ നഗരത്തിലേക്ക് പോകുന്ന ജോസഫും മറിയും. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിൽ ബേത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടുകൂടെ പോയി എന്ന് നമ്മൾ വചനത്തിൽ വായിക്കുന്നു. പൂർണ്ണ ഗർഭിണിയായ മറിയത്തെയും കൊണ്ട് നസ്രത്തിൽ നിന്ന് ബേത്ലഹേമിലേക്ക് യാത്ര തിരിക്കുക എന്നത് അങ്ങേയറ്റം ക്ലേശകരമാണ്. പക്ഷേ നാടിൻ്റെ ദേശത്തിൻ്റെ അധിപതിയെ അനുസരിക്കുന്നതിൻ്റെ ഭാഗമായി യൗസേപ്പ് മറിയത്തെ കൂട്ടി യാത്ര തിരിക്കുകയാണ്. അത്തരം അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും. അപ്രിയമായ അനുസരണങ്ങളുടെ ഘട്ടം. സന്തോഷത്തോടെ അനുസരിക്കുന്നിടത്ത് അനുസരണം പുണ്യമാകുന്നില്ലല്ലോ. പക്ഷെ സങ്കടപ്പെട്ടും പരിഭവപ്പെട്ടും എന്നാൽ അതൊക്കെ കർത്താവിൽ സമർപ്പിച്ചും അനുസരിക്കുന്ന ഒരു അനുസരണം ഉണ്ടല്ലോ, അതാണ് യഥാർത്ഥ പുണ്യം. ഇവിടെ അങ്ങനെ നാടിൻ്റെ അധികാരിയെ അനുസരിച്ച് ജോസഫും മറിയവും ബേത്ലഹേമിലേക്ക് പോകുമ്പോൾ ആ അനുസരണത്തിലൂടെ ഒരു വലിയ സമ്മാനം കർത്താവ് അവർക്കായി ഒരുക്കുകയായിരുന്നു. കർത്താവിൻ്റെ ഒരു പദ്ധതി പൂവണിയുകയായിരുന്നു. കാരണം രക്ഷകൻ പിറക്കേണ്ടത് എവിടെയാണ്? ബേത്ലഹേമിൽ. നസ്രത്തിൽ ആയിരുന്ന ജോസഫും മറിയവും അഗസ്റ്റസ് സീസറിന്റെ കൽപ്പനയാൽ ഇപ്പോൾ എവിടെ എത്തുന്നു? ബേത്ലഹേമിൽ എത്തുന്നു. രക്ഷകൻ എവിടെ പിറക്കുന്നു? പ്രവചനങ്ങളുടെ പൂർത്തീകരണമായി ബേത്ലഹേമിൽ തന്നെ രക്ഷകൻ പിറക്കുന്നു. എന്താ ഇതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായില്ലേ? പ്രഥമ ദൃഷ്ടിയ ദ്രോഹമെന്ന് തോന്നുന്ന പല അനുഭവങ്ങളിൽ നിന്നും കർത്താവ് നന്മ രൂപപ്പെടുത്തിയെടുക്കും. പ്രഥമ ദൃഷ്ടിയ ഇത് കഷ്ടദുരിതമാണെന്ന് തോന്നുന്ന അനുഭവങ്ങൾ പോലും കർത്താവിൻ്റെ വൈഡർ ക്യാൻവാസിൽ, വലിയ പദ്ധതിയിൽ അതൊക്കെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് അവിടുന്ന് അനുഗ്രഹങ്ങളാക്കി മാറ്റും. നമുക്കിന്ന് പ്രാർത്ഥിക്കാം തിരുമുമ്പാകെ. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, അപ്രിയ അനുസരണങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന നേരങ്ങൾ ഏറെ ഇന്നുണ്ടാകുന്നുണ്ട്. പ്രിയത്തോടെ അനുസരിക്കാൻ ഞങ്ങൾക്കിഷ്ടമാണ്. പക്ഷേ ഞങ്ങൾക്കത്ര സന്തോഷമില്ലാത്ത, ഞങ്ങളിൽ വേദന ജനിപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാൻ അധികാരമുള്ളവർ ആവശ്യപ്പെടുമ്പോൾ അത് ഞങ്ങൾക്ക് പരാതികൾക്ക്, പരിഭവങ്ങൾക്ക് കാരണമാകും. എന്നാൽ ഇന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു, അത്തരം അനുഭവങ്ങളിലൂടെയും നീ നന്മ ഞങ്ങൾക്കായി ഒരുക്കിയെടുക്കുമെന്ന്. ചില സഹനങ്ങളിലൂടെ കടത്തിവിടുന്നത് ഉപരിയായൊരു പദ്ധതി തിരഹിതം പോലെ നടപ്പിലാക്കപ്പെടുന്നതിനാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങൾ കടന്നു പോകുന്ന എല്ലാ കഷ്ടദുരിതങ്ങളെയും നന്മയാക്കി മാറ്റുന്ന ഞങ്ങളുടെ ദൈവമേ, നിന്റെ അധികാരത്തെ ഞങ്ങൾ ഏറ്റുപറയുന്നു. ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് വിട്ടുകൊടുത്ത് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.